സിനിമ ഒരു സ്വപ്നമായിരുന്നു. പല ഓഡിഷന് പോകുന്നു, അവിടുന്ന് റിജക്റ്റ് ആവുന്നു. പക്ഷെ കിട്ടിയ പടം അത് മമ്മൂക്കയുമായിട്ട് പടം അതല്ലേ? അല്ലേ? അതെ, തീർച്ചയായും തീർച്ചയായും. ഈ പടത്തിലോട്ട് വരുന്നത് എങ്ങനെയാ? പടത്തിലോട്ട് ഇതിൽക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. തോന്നാൻ കാരണം അതൊരു ഇൻസിഡന്റ് വെച്ചിട്ട് എനിക്ക് ഇതിലോട്ടൊരു ചാഞ്ചാട്ടം വന്നതാണ്. ഇൻസിഡന്റിനെ കുറിച്ച് പറയണം. പിന്നെ അറിയാനല്ലേ ഓക്കെ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോള് കണ്ടു. ഞാൻ ഡ്രാമ, അങ്ങനത്തെ ഡാൻസ് ഫെസ്റ്റിവൽസ് അങ്ങനത്തെയിലൊക്കെയാണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, സ്കൂൾ കോളേജ്. പക്ഷേ ഇങ്ങനെ ഒരു അഭിനയം പെർസ്യൂ ചെയ്തിട്ടില്ല. പിന്നെ ആ ടൈമിൽ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കണ്ടു. അപ്പോൾ അതെനിക്ക് വേറൊരാൾ അയച്ചു തന്നതാണ്. ഇതിന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ ഒരു കളിയാക്കി അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ എന്നാൽ ശരി എന്ന് പറഞ്ഞ് വെറുതെ അയച്ചു കൊടുത്തതാ. അവരതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. പക്ഷെ സെലക്ട് ആയി. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് എത്തി, തേർഡ് റൗണ്ട് എത്തി, ഫൈനൽ റൗണ്ട് എത്തി. ഞാൻ ഇവിടെ എത്തിയോ? അത് കഴിഞ്ഞ് അതിന് ഫൈനൽ ഡേറ്റ് തന്ന ദിവസം എനിക്ക് വയ്യായിരുന്നു, ഞാൻ നന്നായി പെർഫോം ചെയ്തില്ല. അപ്പോൾ എന്തായാലും കിട്ടില്ല. എന്നാലും 2 days കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതും ഈ മൂവി എന്ന് പറയുന്നത് മലയാളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഓഡിയൻസും നല്ല റിവ്യൂസും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സ്വീകരിച്ചൊരു മൂവിയാണ്. അത് നോട്ട് ചെയ്യണം. പറയൂല, ചോദിക്കണ്ട, അത് ചോദിക്കണ്ട. അത് കഴിഞ്ഞ് പക്ഷെ ഇതെന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഷാറ്റഡായി, കരയ. 2 ദിവസം ഫുഡ് കഴിക്കാൻ പറ്റണില്ല, അങ്ങനെ ഇങ്ങനെ മൊത്തം വീട്ടിൽ സമാധാനിപ്പിക്കൽ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ കരച്ചിലായിരുന്നു. തീർച്ചയായിട്ടും വളരെ കരഞ്ഞു. ഞാൻ ചോദിക്കുന്ന ആ പടത്തിലെ നായകൻ ആരായിരിക്കും? ഏത് ഹിറ്റായ പടത്തിലെ? അതൊന്നും പറയൂല, അറിയാം. അതെന്തായാലും പറയില്ല. ഹിറ്റായിരുന്നു തീർച്ചയായിട്ടും. വളരെ വളരെ വലിയൊരു ഹിറ്റായിരുന്നു അത്. ഞാൻ ഇപ്പോഴാ പടം കണ്ടില്ല. അവിടെ നിന്നാണ് പിന്നെ ഒരു തീപ്പൊരി കയറുന്നത്. അതെ, പിന്നെ എന്തായാലും ഇത് എന്തെങ്കിലും ഒന്ന് തീരുമാനമാക്കിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കാസ്റ്റിംഗ്സിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി.